നമസ്കാരം. റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ ഒരു ജൂനിയർ കേശു വാണത്തെ തൊലി ഉരിച്ച് വിട്ടിട്ടുണ്ട്. ഡയലോഗ് അടി, പുതിയ കാല സതീശ യൂണിവേഴ്സിറ്റി പ്രകാരം വായിൽ തോന്നുന്ന നുണകൾ ആധികാരികമായി തട്ടിവിടുക. അങ്ങനെയാണ് ഐസിയുവിൽ നടി വീണ ജോർജ്, അവൻ്റെ അമ്മയുടെ പ്രായമുണ്ട്, എന്നിരുന്നാലും അവൻ്റെ ഡയലോഗ് അടി കണ്ടു കഴിഞ്ഞാൽ അവൻ സതീശന് മുന്നേ ജനിച്ചവനാണെന്ന് തോന്നും. അമ്മാതിരിയാണ് ഷോ ഒക്കെ. ഒരു വ്യക്തി നേതാവാകുമോ ഇല്ലയോ എന്നൊക്കെ ആദ്യം നമ്മൾ ബോധ്യപ്പെടുന്നത് അയാൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന കാണുമ്പോഴുള്ള ശരീരഭാഷയും, ആ പ്രതികരിക്കുമ്പോൾ ഇപ്പോൾ പ്രകോപനമൊന്നും ഉണ്ടാകാതിരിക്കില്ല, പക്ഷേ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ പ്രകോപനം കാണിച്ചാലേ നേതാവാകൂ എന്ന് വിചാരിക്കുന്ന ചില വാണങ്ങളുണ്ട്. അതിലൊരു പ്രമുഖ വാണമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. അതായത് നേതാക്കന്മാരുടെ പെട്ടിയെടുത്താണ്. അല്ലാതെ ഇവരുടെയൊക്കെ കഴിവ് കാണണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ എത്ര കോളേജുകളിൽ നിലവിൽ KSUവിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണല്ലോ ഒരു കേശു വാണത്തിന്റെ കഴിവ് കാണേണ്ടത്. ആ നിലയ്ക്ക് ഒരിടത്തും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ അവിടെ SFI തന്നെയാണ് ഇപ്പോഴും തേർവാഴ്ച. അപ്പോൾ എവിടെയേ ഉള്ളൂ, ക്യാമറകൾക്ക് മുന്നിലേ ഉള്ളൂ, ക്യാമ്പസുകളിൽ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു മഹാൻ ഈ വീണ ജോർജ് എന്നുള്ള അവൻ്റെ അമ്മയുടെ പ്രായത്തിന് അടുപ്പിച്ച് വരും. അങ്ങനെയുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് അഭിസംബോധന ചെയ്യുന്നതും പച്ച നുണ ആധികാരികമായിട്ട് എന്തോ ഒരു വലിയ ആശാനെ പോലെ പറയുകയാണ്. അതായത് കേരളത്തിലെ ഗവർണർമാർക്കെതിരെ പോലും ഇവൻ ഇതുപോലെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഡയലോഗ് അടിച്ചതാണ്. മാധു ആണ് ആ ചർച്ച ആങ്കർ ചെയ്തിരുന്നത്. സ്വാഭാവികമായിട്ട് അവർക്കൊരു കോൺഗ്രസ് നിലപാട് പലപ്പോഴും സ്വീകരിക്കാറുണ്ട് എന്നുള്ളതിന്റെ ആനുകൂല്യം കൂടി കിട്ടുമെന്ന് ഈ വാണം കരുതി. എന്ത് വേണം, എടുത്തിട്ട് അലക്കി വിട്ടു എന്ന് പറഞ്ഞാൽ അവന്റെ ഫോട്ടോയും കാണിച്ച് മറ്റൊരു യൂത്തന്റെ ഓഡിയോയും കേൾപ്പിച്ച് അവന്റെ കബറടക്കം ആ സ്റ്റുഡിയോ ഫ്ലോറിൽ തന്നെ നടത്തി എന്നങ്ങ് പറഞ്ഞാൽ മതി. മെഡിക്കൽ കോളേജിൽ ഈ ചർച്ച നടക്കുമ്പോൾ മന്ത്രിയുടെ ഫോട്ടോ ഞാൻ മാധുവിന് അയച്ചു തരണോ? ഒരുപക്ഷെ പരസ്യമായി അത് പ്രദർശിപ്പിക്കുന്നതിൽ ചില മര്യാദ വെച്ച് പുലർത്തുകയാണ്. മന്ത്രി ചിരിച്ചുല്ലസിച്ച് ICUവിൽ നഴ്സുമാരുടെ ചിരിച്ച് സെൽഫി എടുക്കുന്ന ചിത്രം ഞാൻ മാധുവിന് അയച്ചു തരണമോ? ഇതാണോ പരിയാരം മെഡിക്കൽ കോളേജിൽ ഗുരുതരമായി പരിക്ക് പറ്റി കിടക്കുന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ്? ഇതാണോ ഇവിടെ അരങ്ങേറുന്ന നാടകത്തിന്റെ നടക്കുന്ന പ്രവർത്തികൾ? തീർച്ചയായും. എന്താ സംശയം? മാധു അയച്ചൊന്ന് കാണിക്ക്. ഷമ്മാസ് അയച്ച ഫോട്ടോ പ്രേക്ഷകർക്ക് കൂടി കാണാം. അതൊന്ന് കാണിക്കൂ പ്രൊഡ്യൂസർ. ഇതാണ് ആ ചിത്രം. ആരോഗ്യമന്ത്രി ആർത്തുല്ലസിക്കുന്ന ചിത്രം പ്രേക്ഷകരൊന്ന് ഫുൾ സ്ക്രീനിൽ കാണണം. അവരിപ്പോഴും ഉയർത്തിവെച്ച ആ കട്ടിലിൽ തലയിണയിൽ തല താങ്ങിയിരിക്കുകയാണ്. അടുത്തു നിൽക്കുന്നവർ മുൻ ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യ പ്രവർത്തകരാണ് ചുറ്റും നിൽക്കുന്നത്. അവരോട് ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കേരളം ഞെട്ടുമെന്ന് കേട്ടോ. മുഹമ്മദ് ഷമ്മാസിന്റെ ഈ പറയുന്ന അവകാശവാദം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കേരളം ഞെട്ടും. എന്ത് ഉല്ലാസമാണ് അതിലുള്ളത്. അവർക്ക് ഇപ്പോഴും അവശതയുണ്ടെന്ന് അവരുടെ ചിത്രത്തിൽ നിന്ന് തന്നെ ബോധ്യമാണ്. ആരോഗ്യ പ്രവർത്തകർ അവരോട് ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുത്തു എന്നതിനപ്പുറത്ത് എന്ത് ഉല്ലാസമാണ് അതിൽ കാണാൻ കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ചിരിച്ചുല്ലസിക്കുന്ന ആ പടം റിപ്പോർട്ടർ ചാനൽ കാണിച്ചതിനെ ഞാൻ അഭിനന്ദിക്കുക. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വിചാരിക്കുക ഇത്തര ICUവിൽ കിടക്കുന്ന ആരോഗ്യമന്ത്രി ചിരിച്ചുല്ലസിക്കുന്നു. ഇവർ അതിനുശേഷം എത്ര തവണയാണ് അഭിനയം എന്ന് പറയുന്നത്. പഴയ മോണാക്ട് അവതാരിക എന്ന രൂപത്തിൽ കളിയാക്കി ചിത്രീകരിക്കുക. ഈ ചർച്ചയിൽ വരെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു അഭിനയം തുടരുന്നു. ഈ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് പോയതിനു ശേഷം ആ മെഡിക്കൽ ബുള്ളറ്റിനല്ലേ അദ്ദേഹത്തിന്റെ പരിക്കുമായി ബന്ധപ്പെട്ടുള്ള വിവരം നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ താങ്കൾക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, താങ്കൾ അത് കണ്ടു കാണാം. അതിലൊരു വാചകം ഞാൻ വായിക്കാം. കോൺഗ്രസിന്റെ വയനാട്ടിലെ നേതാവ് പ്രസംഗിച്ച വാചകം. ബ്യൂട്ടി പാർലറിൽ വരുന്നത് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും നിന്റെ മുഖത്തെ ലേശം വെളുപ്പൊക്കെ ഒന്ന് മാറ്റി മുഖത്ത് സ്കിന്നിൽ ലേശം വെയിലടിക്കുന്ന രീതിയിൽ നിന്നെ പുറത്തിറക്കാൻ യൂത്ത് കോൺഗ്രസുകാർ വഴിയിലുടനീളം പരിമിതിയുമായി ഉണ്ടാകുമെന്ന അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് മഹത്വജനങ്ങൾ. സ്ത്രീകളെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക, മുതിർന്ന സ്ത്രീകളെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക എന്നൊക്കെയുള്ള രാഷ്ട്രീയ ക്ലാസ്. ബ്യൂട്ടി പാർലർ ഇരിക്കുന്ന തമ്പുരാട്ടി നിന്റെ സ്കിൻ. ഞാൻ ബാക്കി ഇവിടെ കേട്ടു. ഒന്ന് ആലോചിക്കുക, ഇത് സിസ്റ്റത്തിനെതിരായിട്ടുള്ള സമരമാണോ? ആരോഗ്യ മേഖലയിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് എതിരായിട്ടുള്ള സമരമാണോ? അല്ല, ഇത് വ്യക്തി അധിഷ്ഠിതമാണ്. വ്യക്തിയാണ് ഇവിടെ പ്രശ്നം. ഇപ്പൊ പറഞ്ഞു 3 ടേമായി ഇടതുപക്ഷത്തിന്റെ ആരോഗ്യമന്ത്രിമാർ വനിതകളാണ്. ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. ആ നേട്ടങ്ങൾ പഴയതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ ആശുപത്രിയും അതുപോലെ യാതൊരു സൗകര്യങ്ങളില്ലാതെ പാരസെറ്റമോൾ പോലും കിട്ടാതെ ചീഞ്ഞു നാറിയ ആശുപത്രി പരിസരമല്ല. ഇപ്പൊ 3 വലിയ കെട്ടിടങ്ങൾ. ഒന്ന് കോഴിക്കോട് അവയവദാനത്തിന് വേണ്ടി ലോകത്തൊരിടത്തുമില്ലാത്ത വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പണി ആരംഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരം RCCയിലെ ഉദ്ഘാടനം ചെയ്ത കെട്ടിടം ലോകത്തൊരിടത്തുമില്ലാത്ത സൗകര്യം റീജിയണൽ ക്യാൻസർ സെന്ററിൽ. ഈ കൊച്ചിയിൽ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ റിസർച്ച് സെന്റർ. അങ്ങനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക്, നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് ആരോഗ്യ വകുപ്പ് കുതിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നവരെ അവരുടെ ആത്മവിശ്വാസം തകർക്കാൻ
നടക്കുന്ന തരത്തിൽ ഭയപ്പെടുത്തുക, കീഴ്പ്പെടുത്തുക, ആക്രമിക്കുക. ഇവിടെ സിസ്റ്റത്തിനെതിരല്ല, മറിച്ച് വ്യക്തി അധിഷ്ഠിതമായി കേന്ദ്രീകരിക്കുക. ഇത് ഓരോ ജില്ലയിലെയും പ്രസംഗം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. അതുകൊണ്ട് ഇവർ ഇനി ആക്രമണം തുടരും. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഏറ്റവും സജീവമായി ആ നേട്ടങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണം. അതിനുവേണ്ടി അക്രമ സംഭവത്തിന്റെ പാത എടുക്കുമ്പോൾ അങ്ങ് ഇരന്നു വാങ്ങിയെന്ന് പറഞ്ഞ നേതാവ് ഉൾപ്പെടെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം കാണുകയാണ്. വളർന്നു വരുന്ന വിദ്യാർത്ഥി നേതാവ് കഴിവ് തെളിയിക്കേണ്ടതും അദ്ദേഹം നയിക്കുന്ന പ്രസ്ഥാനത്തിന്റെ വളർച്ച നോക്കിയിട്ടാണ്. പടവലങ്ങ വരെ കൊണ്ടെത്തിച്ചതിന് ശേഷം, നേതാക്കന്മാരെ പെട്ടിയെടുത്തതിന് ശേഷം ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ മുഖം കാണിച്ചാൽ നേതാവായി എന്ന പഴയ സിദ്ധാന്തം പുതിയ കാലത്ത് നടപ്പാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനേക്കാൾ കഴിവുള്ള എത്രയോ പിള്ളേർ കേസിലുണ്ട്. നേതാക്കന്മാർക്ക് കൂടെ കൊണ്ട് നടക്കാൻ ചില ഫാൻസി ഡ്രസ് ഐറ്റംസ് വേണം, അതിന്റെ ഗണത്തിൽപ്പെടുത്താം. അല്ലാതെ കണ്ടന്റ് കൊണ്ടോ കഴിവ് കൊണ്ടോ ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല. ഈ ഡയലോഗ് അടിക്കപ്പുറം ഒരു ചുക്കുമില്ല എന്നുള്ള യാഥാർത്ഥ്യം ആദ്യമേ തന്നെ പെർഫോമൻസ് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ചാനൽ ചർച്ചയിൽ ചെന്നിരുന്ന് ഇമാതിരി ചില ഫോട്ടോകളൊക്കെ വെച്ചിട്ട് അയച്ചു തരാം എങ്കിൽ ഇങ്ങോട്ട് അയക്ക്, അയച്ച ഫോട്ടോ നാട്ടുകാരെ കൂടി കാണിച്ചു കൊടുത്തതിൽ എവിടെയാണ് ആരോഗ്യമന്ത്രി ചിരിച്ചുല്ലസിച്ചിരിക്കുന്നത്? ഇവന്റെയൊക്കെ കണ്ണിനെ കുഴപ്പം നോക്കണേ. ഈ നാട്ടിലെ സ്ത്രീകൾ എന്ത് ചെയ്താലും അവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു തരം മാങ്ങാണ്ടി മനസ്സുള്ളിലുണ്ട്. അതിനെ എല്ലാത്തിനെയും കാണുന്നത് എങ്ങനെയാണെന്ന് മറ്റൊരു യൂത്തന്റെ പ്രതികരണം കൂടി കേൾപ്പിച്ചപ്പോൾ അതേ മനോഭാവക്കാരനാണ് ഈ മഹാനെന്ന് കൂടി ആ ചാനൽ ചർച്ച കൊണ്ട് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചിലരാണ് ഇന്നിപ്പോ പുതിയ കാലഘട്ടത്തിൽ KSUയിലൂടെ ചില നേതാക്കന്മാർ വളർത്തിയെടുക്കുന്നത്. ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് അലോഷി സേവ്യർ. അയാൾ സംസാരിക്കുന്നതിലൊക്കെ കുറച്ച് പക്വതയും മാന്യതയും ഉണ്ട്. ഇത് ഞാൻ മാങ്ങാണ്ടിയെ പോലെയും ഷാഫിയെ പോലെയൊക്കെ ഡയലോഗ് അടിച്ചാലേ പെട്ടെന്ന് വളരത്തുള്ളൂ. അങ്ങനെ ഡയലോഗ് അടിക്കുന്ന ചില ചാവേറുകളെ കോൺഗ്രസ്സുകാർ വളർത്തിയെടുക്കുന്നു. ആ പട്ടികയിൽ പെടുത്താമെന്നതിനപ്പുറം ഒരു ചാനൽ ചർച്ചയിലും ഇന്നലകളിൽ ക്യാമറകൾക്ക് മുന്നിലൊക്കെ തേഞ്ഞൊട്ടുന്നത് കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇമാതിരി ഈ സാഹചര്യത്തിനനുസരിച്ച് വർത്തമാനം പറഞ്ഞ് നേതാവാകാൻ നടക്കുന്ന ഇമാതിരി വാണങ്ങളെ ചാനലുകാരാണ് വളർത്തിയെടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് സ്വന്തം കഴിവുകൊണ്ടോ അല്ലെങ്കിൽ താഴേക്കിടയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടോ ഒരു കാലത്തും വളരാൻ പോകാത്ത, എന്നാൽ നേതാക്കന്മാരുടെ പെട്ടിയെടുപ്പാണ് ഒരു ക്വാളിറ്റി എന്നുള്ള നിലയ്ക്ക് പൊടുന്നനെ ചാനൽ ക്യാമറകളിലൂടെ വളരുന്ന വരുംകാല രാഷ്ട്രീയത്തിന്റെ ബാധ്യതയാണിതെന്നൊക്കെ വളരെ കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു ചാനൽ ചർച്ചയായിരുന്നു അത്.